നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ കട്ടപ്പന വരെ പോയേക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഇപ്പോൾ പ്ലാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, കട്ടപ്പനയ്ക്കടുത്ത്. അവിടെ മുതലാണ് ഈ റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മൾ 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നേ. കട്ടപ്പന ടൗണിൽ കൂടെ മെയിനായിട്ട് നമ്മൾ പോകുന്നില്ല. 20 ഏക്കർ ടൗണൊക്കെ ഇപ്പോൾ റോഡ് വന്നപ്പോൾ നല്ലൊരു ഭംഗിയായി കാണാനായിട്ട്. പിന്നെ കട്ടപ്പന ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പറ്റുവാണെങ്കിൽ അവിടെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൊണ്ടൊന്ന് കാണണമെന്നുണ്ട്. പോയി നോക്കാം ഏതായാലും അല്ലേ. ഇതിപ്പോൾ 20 ഏക്കറിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഈ വഴിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. കട്ടപ്പന ടൗണൊക്കെ അധികം താമസിക്കാതെ തന്നെ 20 ഏക്കർ നരിയമ്പാറ ഭാഗത്തേക്ക് ജോയിൻ്റ് ആകുമെന്നാണ് തോന്നുന്നത്. കണ്ടോ എത്ര വലിയ വലിയ ബിൽഡിങ്ങുകളുടെയാണ് ഇപ്പോൾ ഈ വഴിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കി. ഇവിടുന്ന് ചെന്നിട്ട് നമുക്ക് സ്കൂൾ കവല വഴി വേണം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. ആ വഴി പോയാലേ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അപ്പോൾ നമ്മൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്കും ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വഴി നേരെ ചെന്ന് കയറുന്ന ഇതാണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ. അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കുറച്ച് മുകളിൽ ചെന്ന സെൻറ്റ് ജോർജ് സ്കൂളും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടുന്ന് അങ്ങനെ ബൈപ്പാസിലേക്കൊക്കെ റോഡ് പോകുന്നുണ്ട്. ആ വഴിക്ക് പോകാനാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് അപ്പുറത്തൂടെ പാറക്കടവെന്ന് തിരിഞ്ഞിങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എപ്പോഴും ഇച്ചിരി ഡേഞ്ചർ വളവും തിരക്കും ഉള്ളൊരു ജംഗ്ഷനാണ്. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഈ വഴിക്കാണ് കൂടുതലും. ബൈപ്പാസ് വഴി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കട്ടപ്പന ടൗൺ കൂടാതെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. സെൻറ്റ് ജോർജ് സ്കൂളൊക്കെയാണ് നേരത്തെ താഴെ കണ്ടത്. പള്ളി ഇതിന് മുകളിലാണ്. ഈ വഴിക്ക് പോയാൽ നമുക്ക് നേരെ പാറക്കടവെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ റോഡ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് കുന്തളംപാറ ജംഗ്ഷനൊക്കെ നമുക്ക് വരുന്നത്. അവിടുന്ന് ഇനിയും കുറേ കൂടെ നമുക്ക് മുന്നോട്ട് പോകണം പാറക്കടവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാറക്കടവ് ജംഗ്ഷനൊക്കെ എത്താറായിട്ടുണ്ട്. ഇത് മാരുതി സുസുക്കി സെൻറ്ററിൻ്റെയാണ്. മാരുതി സുസുക്കി അല്ല, മാരുതി കാറിൻ്റെ കേട്ടോ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഒറ്റ റോഡ് പോലെ ഇങ്ങനെ കിടക്കുവാണ്. ഈ ഒരു ബൈപ്പാസ് റോഡ് പണിതാൽ പിന്നെ ഉണ്ടല്ലോ, ഈ ശബരിമല വണ്ടിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോഡ് വണ്ടിയൊക്കെ ഈ വഴിക്കൂടെ വരാറ്. അതുകൊണ്ട് ടൗൺ ടച്ച് ചെയ്യാതെ അവർ തിരക്കുണ്ടാക്കാതെ അങ്ങ് പൊക്കോളും. എല്ലാ വണ്ടിയും കൂടെ ടൗണിൽ കയറി കഴിഞ്ഞാൽ ആ പാടെ ഭയങ്കര തിരക്കായി പോകില്ലേ. ഇവിടെ നിന്ന് ഇനി നമ്മൾ ടൗണിലേക്ക് തിരിയുവേ. അപ്പം നമ്മൾ ടൗൺ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് എടശ്ശേരി ജംഗ്ഷനിലോട്ടാണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ടപ്പന ടൗണിൻ്റെ വീഡിയോ എടുത്തെങ്കിലും ഈ ഒരു ഭാഗത്തോട്ടൊന്നും നമ്മളങ്ങനെ വന്നിട്ടില്ലായിരുന്നു. എടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ 1 വേ കൂടെ തന്നെ നമ്മൾ കയറിപ്പോവും. ഇത് 1 വേ ആണേ. ഈ വഴിക്കൂടെ വേണം നമുക്ക് ടൗണിലേക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് എത്തുന്നത്. പക്ഷെ നമ്മൾ സെൻട്രൽ ജംഗ്ഷനിൽ തൽക്കാലം നിർത്തും. അതിന് ശേഷം ഉള്ളൂ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഫെസ്റ്റിൻ്റെ അവിടേക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര വെയിലാണ്. നമ്മുടെ കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് വന്നിട്ടുണ്ട്. നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാ ഇതിലേ വന്നപ്പോൾ ഇത് കണ്ടോ കേട്ടോ. ഇവിടെ ഈ പരിപാടി ഒന്നും നമ്മൾ കണ്ടേ. വെറുതെ വേണമെന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് പരിപാടിയുള്ളത്. കാർണിവൽ ഇപ്രാവശ്യം നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാർണിവലിൻ്റെ പരിപാടികൾ കുറവായിരുന്നു. ഇപ്രാവശ്യം ഊഞ്ഞാലും ഒക്കെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചതുരശ്രയടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചയോടൊപ്പം പെറ്റ് ഷോയും അമ്യൂസ്മെന്റ് റൈഡ്, ഡോഗ് ഷോ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊളംബസ്, ഡ്രാഗൺ ട്രെയിൻ, അണ്ടർ വാട്ടർ ടണൽ. അപ്പോൾ നമുക്ക് കട്ടപ്പന ഫെസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എൻട്രൻസ് ഒക്കെ കണ്ടത് എന്നാൽ നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. അക്വേറിയം ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു. നമ്മളിപ്പോൾ കടലിനടിയിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ
ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കട്ടപ്പന ഫെസ്റ്റിനാണ് കേട്ടോ. ഒരു അക്വേറിയം ഉണ്ട്, അതൊക്കെ കണ്ട് ഇതിനകത്ത് ഒത്തിരി കാഴ്ചകളുണ്ട്. എല്ലാവർക്കും കണ്ടു വന്നാലും ഇതിലെല്ലാം ജീവനുള്ള മീനുകൾ തന്നെയാണ് കേട്ടോ, കുഞ്ഞു മീനുകൾ. ഈ അക്വേറിയത്തിന് മുന്നോട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ മീന്, എന്തുമാത്രം മീനുകൾ വന്നു നോക്കി. എല്ലാം ഒറിജിനൽ മീൻ തന്നെയാണ് കേട്ടോ. ഇത് ഗ്ലാസ്സിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഫുള്ള് ഗ്ലാസ്സാണ്. നമ്മളൊരു കടലിനകത്തോടെ പോകുന്ന ഒരു പിള്ളേര്. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ. അത് കാരണം ഒത്തിരി ഭംഗിയത് കാണാൻ. ഇതുപോലെയൊക്കെ മീനിനെ കാണാൻ നമ്മൾ കടലിൽ തന്നെ പോകണം കേട്ടോ. ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും കട്ടപ്പനക്കാർക്ക്. വെറൈറ്റി ആയിട്ടുള്ള ഓരോ മീനുകളും ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഇതിന്റെ മറ്റൊരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഇതിന്റെ ഒരു രീതി മൊത്തത്തിൽ മാറി. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ആ മീനുകളൊക്കെ തന്നെയാണ് ഇതും. എന്തായാലും ഇത് കുറേയധികം മുടക്കുള്ളൊരു സംഭവം തന്നെ കേട്ടോ. വ്യത്യസ്തമായൊരു കാഴ്ചയും. ഇവിടെ നോക്കൂ, ഇത് മാത്രം മീനുകളാവും. ഇതിൻ്റെ ഒന്നും പേരൊന്നും നമുക്കറിയില്ല കേട്ടോ. വലിയ ടൈപ്പ് വാള പോലത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും കുറേ ആൾക്കാർ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. ഒരു സുന്ദരി മീനെ കണ്ടോ? ഇതുണ്ട് സുന്ദരി മീൻ, ഇനിയുണ്ട് ഇതെവിടെ. നമ്മളെ ക്യാമറ വെക്കുന്നിടത്ത് ഒരുമാരെ അങ്ങനെ കിട്ടുന്നില്ല. ഇവിടെയാണെങ്കിൽ കുറെ കളറുള്ള മീനുണ്ട് കേട്ടോ. കളർ ഇതെല്ലാം കളറുള്ള മീനുകളാണ്. എന്നാൽ ഈ പരിപാടി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ കാഴ്ച നല്ലൊരു അക്വേറിയം. നമ്മൾ 100 രൂപ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ മുതലാവുന്നുണ്ട്. അതേപോലെ കളറുള്ള കുഞ്ഞു മീനുകളെ കണ്ടോ. ഇവരെല്ലാം ഒത്തിരി കളറുള്ള ചെറിയ ചെറിയ മീനുകളാണ്. ഏതെല്ലാം ടൈപ്പ് മീനുണ്ടല്ലേ, നമ്മളതിന് അധികം കാണുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ആദ്യം വന്ന ആ ഒരു ലെവലിലേക്ക് വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ മീനുണ്ട്. തലയ്ക്ക് മുകളിലും വെള്ളമാണ്, മീനാണ്. ഇതൊക്കെ ഏത് മീനാണപ്പാ, ഇതിൻ്റെ ഒന്നും പേര് പോലും അറിയില്ല. എന്തായാലും ഇതൊരു വെറൈറ്റി അനുഭവം തന്നെ, സംഭവം തന്നെ. കുറേ കറമ്പൻ മീന്മാരാണ്, കറമ്പന്മാർ. ഇവന്മാരും നിന്നിട്ട് വേണ്ടേ നമുക്കൊന്ന് എടുക്കാൻ. തീർന്നില്ല കേട്ടോ, ഇനിയും മുന്നോട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണ്ട ആ സുന്ദരന്മാരിത് ഇവിടെ കിടക്കും. സുന്ദരന്മാരുടെ ഇടയ്ക്ക് കറുത്ത സുന്ദരനും വെളുത്ത സുന്ദരനും ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, വലിയ മീനും കിടപ്പുണ്ടേ. നമുക്കിവിടെ വെച്ചാൽ കാണാം. മീനിന്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മറ്റുള്ള വ്യാപാരങ്ങളൊക്കെ. ഇത് മാത്രം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല കേട്ടോ. നമുക്ക് കുറച്ച് കിളികളെ കാണാം കേട്ടോ. കിളികളാണ് ഇതിനകത്തല്ല. ഇത് കോപ്പറേറ്റ് കിട്ടും. ഇവിടെ ഒരാൾ ഇങ്ങോട്ട് പുറമേ ചെയ്യുകയാണല്ലോ. ഹോയ് ഹോയ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പഞ്ചവർണ്ണത്തെ ചെയ്യുന്നത്, പഞ്ചവർണ്ണ എന്താ പരിപാടി നോക്കി. ഇത് വേണ്ട പൈത്തണം, പൈത്തനല്ലല്ലോ, പൈത്തനാണോ? അമേരിക്കൻ ബോട്ട് ഫൈറ്റർ 1,00,000 രൂപ വിലയുണ്ട്. കഴുത്തേലും ഒരു പാമ്പുണ്ട്.
നിങ്ങൾ നമ്മളിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കുറേ ഫർണിച്ചറുകളൊക്കെയാണ്. നമ്മുടെ ഷുക്കൂറിനെ കണ്ടു കേട്ടോ. ഇവിടെ പാമ്പിന്റെ പരിപാടി വല്ലോ കേട്ടോ. പാമ്പുണ്ടോ? പാമ്പിനെ ഓടിക്കാനല്ലേ, വരാതിരിക്കാൻ. കട്ടപ്പനയിലെ അത്യാവശ്യം പാമ്പ് പരിപാടിയൊക്കെ വന്നാൽ പിടിക്കുന്നതാണ് ഷുക്കൂറിനെ. ഇങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. നല്ല ചിപ്സ്, മിഠായി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. മിഠായി ഐറ്റംസ് കിടക്കുന്നു. നവധാന്യങ്ങളെല്ലാം ഇടിച്ച് പൊടിച്ച് വറുത്ത് കിലോ 4 കിലോ 150 രൂപ. ഫോൺ നമ്പർ ഒന്ന് അടിച്ചത് നിങ്ങൾ. സുന്ദരമാകാൻ ഫിഷ് തെറാപ്പി, ഫിഷ് പെഡിക്യൂർ, ഫിഷ് സ്പാ ചെയ്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പെഡിക്യൂർ ചെയ്യേണ്ട സ്വാഗതം ചെയ്യും. ചെറിയ അക്കോറിയൊക്കെ ഇവിടെ കിട്ടും. ഗ്ലാസ്, പഴയ വെള്ള്, ഒപ്പ, ഭരണി, കൽഭരണികൾ. ഇവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ്, ബജ്ജിക്കടയാണ് കേട്ടോ മെയിനായിട്ട്. അങ്ങനെ നമ്മൾ കാർണിവൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. സ്വൈര്യം കൊടുക്കാത്ത നല്ലൊരു സ്നേഹമുള്ള ഭാര്യയെ കാണിച്ചു കൊടുക്കും. അടുക്കളപ്പണിയിൽ പണി കാണിക്കുന്ന പെൺകുട്ടിയാരാണ്? ആ വീട്ടു ജോലിയിൽ പണി കാണിക്കുന്ന പെൺകുട്ടി. ചോറ് പണി ഞാൻ കഴിക്കും. ഭാഗ്യവാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി റൈഡുകളുണ്ട് കേട്ടോ. നമ്മൾ അപ്പുറത്ത് കണ്ടേ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ ഇപ്പുറത്തും ഉണ്ട്. ഇതുകൊണ്ട് പ്ലെയിൻ്റെ ഒക്കെ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ചലച്ചിത്ര പിന്നണി ഗായകരുടെ നേതൃത്വത്തിൽ ഗാനമേളയും നാടൻപാട്ട് കലാകാരന്മാരുടെ കട്ടപ്പനയുടെ മഹോത്സവം, കട്ടപ്പന ഫെസ്റ്റ്. മത്സ്യങ്ങളുടെയും പവിഴങ്ങളുടെയും മുത്തുകളുടെയും ഇടയിലൂടെ കടലിനടിയിലൂടെ കന്യകമാരെ പോലെ നീന്തിത്തുടിക്കാം. മത്സ്യങ്ങളെ തൊട്ടൊരു മിത്തി. കുട്ടികൾക്കുള്ള ചെറിയ പെഡൽ ബോട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇപ്പോൾ ഇതാ കട്ടപ്പനയിലും 8000 ചതുരശ്രയടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത പഞ്ചസാര മുട്ടായി ഉണ്ടാക്കുന്നത്. മുതിർന്നവർ കുട്ടികൾക്കും ഒരുപോലെ
ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകളായ ആകാശ ഊഞ്ഞാൽ,